ഇതാരാ? വൈഫാണോ? ഇതെന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. ഐ ലവ് യു കിരൺ. കിരൺ ഇന്നു മുതലും ഈ മുറിയിൽ കിടക്കണ്ട. അതെന്താ? പിന്നെ ഞാനവിടെ കിടക്കും. ആ ടെറസിലെങ്ങനെ പോയി കിടക്കും. എന്തായാലും ഇവിടെ പറ്റില്ല. ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പം? കിരൺ വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? അയ്യോ, ഇതിപ്പോ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും നമുക്ക് വേണ്ടാന്ന്. ശരിയാ പോരുമേ, അവരിപ്പോ നിന്നെ കൊല്ലാൻ ആളെ വിടുന്ന അവസ്ഥ വരായില്ലേ? അവരെ പോലുള്ളവർക്ക് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണോ? ചെറിയച്ഛനും ഇപ്പൊ ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? എന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ എന്തിനു വേണ്ടി ശ്രമിച്ചെന്നുള്ള കാര്യം ചെറിയച്ഛനും മറന്നുപോയോ? പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്, എത്രയോ ബിസിനസ് ചെയ്യാം. പക്ഷെ അതിനൊന്നും പോവാതെ എന്തിനാ നമ്മൾ ഈ ചാനൽ നടത്തുന്നേ? പൃഥ്വി, നിനക്കതറിയോ? നമ്മുടെ മുത്തശ്ശൻ ആരായിരുന്നു എന്നറിയോ നിനക്ക്? അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നാടിന്റെ നന്മയ്ക്ക് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ മടിയില്ലാത്തൊരു ത്യാഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന ഈ നാട്ടിലെ അഴിമതിക്കും അനീതിക്കുമെതിരെ എന്റെ അച്ഛൻ പേന ആയുധമാക്കിയത്. ആ അച്ഛന്റെ മകളാ ഞാൻ. എന്റെ കൺമുന്നിൽ ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നും ഞാൻ അനുവദിക്കില്ല. ചേച്ചി, ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. ഇന്ന് നാടിനെ സ്നേഹിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചേ പറ്റൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവർക്കേ നിലനിൽപ്പുള്ളൂ. അതെ, ആശി പറഞ്ഞതാ ശരി. അന്യായങ്ങൾക്കെതിരെയും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള ഒരു ആയുധമാണ് നമ്മുടെ ചാനൽ. അത് മുൻപോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ ചെറിയച്ച, അങ്ങനല്ലേ വേണ്ടത്? ഒക്കെ ശരി തന്നെ. എല്ലാത്തിലും വലുത് നമുക്ക് വേണ്ടത് മനസമാനം തന്നെയാ, അല്ലേ തിരിച്ച? അത് കളഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മളെ ധ്വനിമോള് പോലും മോളി പേടിച്ചു കിടന്ന് ഉറങ്ങുകയാണ്, അറിയോ? നാളെ അഷിക്ക് ഒരു കുഞ്ഞു കൂടി ജനിക്കും. ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എങ്ങനെയാവുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. എല്ലാത്തിനും കാരണം ആ നിൽക്കുന്ന കിരണും ദുർഗയാ. ഇവരാ പൂർണിമേച്ചെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നെ. അതെ അതെ, ഇവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണോ പൂർണിമയുടെ കാര്യം? ആരും കിരണിനെയും ദുർഗയും കുറ്റം പറയണ്ട. ആരെങ്ങനെയൊക്കെ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലും ആ മിനിസ്റ്ററുടെ യഥാർത്ഥ മുഖം ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. പൂർണിമേ, നീ പറയുന്ന എല്ലാം ശരി തന്നെയാ. പക്ഷെ ജീവൻ ആപത്ത് വരുമ്പോ പേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ റെഡിയാക്കാം. പക്ഷെ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. നാളെ തന്നെ തെളിവുകളെല്ലാം ന്യൂസിൽ വരും. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും. എനിക്കും ഈ കുടുംബത്തിനും എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോ ഏതോ ഒരു ശക്തി നമ്മളെ സംരക്ഷിക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ വരാറുണ്ട്. അത് ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിന്റെ കാരണം എനിക്കറിയാം. നമ്മൾ ചെയ്യുന്ന നന്മകളാ നമുക്ക് ആ സംരക്ഷണം തരുന്നത്. ഈ കാര്യത്തിലും ആ അദൃശ്യ ശക്തി നമുക്ക് സംരക്ഷണം തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വേണ്ട. കാരണം എന്റെ ഭാഗത്ത് ശരികളുണ്ട്.
നന്മയുണ്ട്. ഇവരുടെ കാര്യം ഓ അയ്യേ താനിതുവരെ അത് വിട്ടില്ലേ? ഞാനൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലല്ല. ഇയാളൊന്നും മറക്കണ്ട. എന്നോട് വെറുതെ വഴക്കൂടെ വരാതിരുന്നൂടെ? ഞാൻ ഒരു വഴക്കും ഉണ്ടാക്കുന്നില്ല. ഭാവിയില് കിരണിന്റെ അഞ്ജലിയുടെയും ജീവിതത്തില് വഴക്കുണ്ടാകാതിരിക്കാനാ പറയുന്നത്. തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം. പക്ഷേ ഇപ്പൊ വന്ന പോലെ പിന്നെയും പിന്നെയും ഗുണ്ടകൾ വന്നാ ഉറങ്ങിക്കിടക്കുന്നതിനെ എന്തെങ്കിലും ചെയ്താ എടോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്നോട് ഇഷ്ടമുള്ളണ്ടല്ലേ താൻ അഞ്ജലിയുടെ കാര്യം പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കുന്നത്? ആരാ അങ്ങനെ പറഞ്ഞേ? ഞാൻ തന്നെ. എന്നാലേ അങ്ങനെയല്ല. ഒരു പെണ്ണിന്റെ മനസ്സറിയാവുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ കല്യാണം കഴിയുമ്പോ ആ കുട്ടി വേദനിക്കാൻ പാടില്ലല്ലോ. താൻ പോടോ. ഓക്കെ, സമയം കളയാതെ പോയി ഉറങ്ങാൻ നോക്ക്. കിന്നരിക്കാൻ വന്നേക്കുന്നു.